കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടാബർനാക്കിൾ പെന്റിക്കോസ്റ്റൽ ചർച്ചിൻ്റെ ഈ ബൈബിൾ സ്റ്റഡി യോഗങ്ങളിൽ എനിക്ക് സംബന്ധിക്കുവാനായി ഇങ്ങനെ ലഭിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസൻ പ്രിയ പ്രിൻസ് പാസ്റ്റർ ഞങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഏറെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ്. അതിൻ്റെ കാരണം ഒരു കാര്യം, ഞങ്ങൾ പരിചയപ്പെട്ടത് ചില വർഷങ്ങൾക്ക് മുമ്പാണ്, ഫോണിൽ കൂടെയാണ്. ഈ UK പ്രദേശത്ത് ഞാൻ വരുവാനായി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പാസ്റ്റർ പ്രിൻസ് പാസ്റ്റർ ആയിരിക്കും എന്നൊരു അതിശയോക്തി ഇല്ലാതെ എനിക്ക് പറയാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കാര്യം, എനിക്ക് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ഇൻവിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേപ്പർ സംബന്ധമായിട്ട് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ പ്രിൻസ് പാസ്റ്റർ തുടർമാനമായി പ്രാർത്ഥിക്കുകയും ഓരോ ആഴ്ചയിലും എന്നോട് ചോദിക്കും, പാസ്റ്ററെ എനി അപ്ഡേറ്റ്സ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കുറെ കൂടി അടുത്ത് പരിചയപ്പെടുവാനും അവസാനം കോഴഞ്ചേരി വെച്ച് കാണുന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഫാമിലിയെ അവര് നയിക്കുന്ന ചർച്ചിൽ എനിക്ക് കടന്നു വരുവാൻ സാധിക്കുന്നത് വലിയ സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പ്രിയ മാത്യു പാസ്റ്റർ കുടുംബം, ഗോഡ്ലി ബ്രദർ കുടുംബം, ദൂരത്തു നിന്ന് അവർ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. പിന്നെ മറ്റെനിക്ക് 2 പേരെ മാത്രമേ പേരിൽ അറിയത്തുള്ളൂ. പ്രിയ ജിബിൻ ബ്രദറിൻ്റെ അവിടെ ഞാൻ താമസിച്ചത്, ബ്ലസൻ ബ്രദറിൻ്റെ അവിടെ ഭക്ഷണം കഴിച്ചു. നിസ്സി ഇവിടെയുണ്ട്. കുമ്പനാട് ചർച്ചിൽ ഞങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്ന കുടുംബമാണ് നിസ്സിയുടെ കുടുംബം. മറ്റെല്ലാവരും എനിക്ക് പുതുമുഖങ്ങളാണ്. അപ്പോൾ അതെല്ലാം നല്ലതിനാണ്. എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ആരെയും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ ആരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയോ അറിഞ്ഞോ അല്ല ഒരു കാര്യം പോലും ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ സ്ഥിരമായി അറിയുന്നവരോ സ്ഥിരമായി ശുശ്രൂഷിക്കുന്ന സഭയോ ആണെങ്കിൽ പല ആൾക്കാരുടെയും വിഷയങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ചിലത് പറയാൻ പ്രയാസമാണ്, പറയാതിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സംഘർഷവും ഇല്ല. തുറന്ന ദൈവത്തിന്റെ വചനം, ഒരുക്കപ്പെട്ട ദൈവമക്കള്, നല്ല ക്രമീകരണങ്ങള്. അപ്പൊ അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഈ ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ദൈവിക ആലോചനയ്ക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവ് പ്രകാശിപ്പിച്ച വാക്യഭാഗം നമ്മൾക്ക് ഒരുമിച്ച് വായിക്കാം. ഒരുപക്ഷെ യങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ എല്ലാം ഇരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിൾ ആയിരിക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കണം. ചില കാര്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിലും പറയും ഇതിൻ്റെ ഇടയ്ക്ക്. എഫീഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 10 ഓൺവേർഡ്സ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10, 11, 12, 13 വാക്യങ്ങൾ വളരെ ഹൃദയസ്പർശിയായി എൻ്റെ ഉള്ളിലേക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങളോട് അറിയിപ്പാനായി ഒരു ആത്മഭാരമായി എൻ്റെ ഉള്ളിൽ അത് പ്രകാശിക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗങ്ങൾ ഇവിടെ ആദ്യം വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ആത്മീക യുദ്ധം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിപ്പാനാണ് ഈ 3 ദിവസങ്ങൾ ഞാൻ തയ്യാറാകുന്നത്. ആത്മീക യുദ്ധം, നമ്മൾ പ്രത്യേകിച്ച് പെന്തിക്കോസുകാര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് പോരാട്ടം, ആത്മീയ യുദ്ധം, ആത്മനിറവ്, ശക്തിപ്പെടണം. ഈ വാക്യങ്ങളൊക്കെ, ഈ പ്രയോഗങ്ങളൊക്കെ വളരെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഞാനൊരു കാര്യം എൻ്റെ ജീവിതത്തിലൂടെ ഒരു പെന്തക്കോസുകാരനായി ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കിയത്, ദൈവവചനത്തിന്റെ പഠനത്തിന്റെ വിരളമായ സാഹചര്യം കൊണ്ട് നമുക്ക് പലപ്പോഴും വചനത്തിന്റെ പൊരുൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. യേശു കർത്താവിന്റെ സമയത്തെ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളവർ ആരായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ കരുതട്ടെ. Who were those people who were very close to God during the time of Jesus? കുഞ്ഞുങ്ങൾ പറയണം, ആരാ അവര്? ഡിസൈപ്പിൾസ്,
other than disciples. When Jesus ministered, who were those people? They were very close. They were reading Bible, they were praying. Who were those groups? Is it zealots? Is it tax collectors? Who were they? Pharisees, പരീശന്മാർ. എന്നാൽ അവരെ നോക്കി യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. ബൈബിൾ വായിക്കുന്നവരോടാ പറഞ്ഞത്, യു ആർ നോട്ട് റീഡിങ് ഇറ്റ് ഇൻ എ പ്രോപ്പർ വേ. അത് അന്നുണ്ടായിരുന്ന പ്രശ്നമാണെങ്കിൽ ഇന്ന് അത് കൂടിയിട്ടേ ഉള്ളൂ. തിരുവചനം കയ്യിലുണ്ട്, വി ഹാവ് ദ ബൈബിൾ, വി ആർ അണ്ടർലൈനിങ് ഇറ്റ്. കാര്യമായ പെശക് വായനയിൽ പറ്റി. അപ്പൊ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഉദാഹരണങ്ങൾ കാണിച്ചാലേ ഞാൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒന്ന് രണ്ട്, അതുകൊണ്ട് ഈ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ദൈവകൃപയാൽ സമയമുള്ളത് കൊണ്ടും 2 ദിവസം കൂടെ ഉള്ളത് കൊണ്ട് റഷ് ചെയ്ത് പോവാതെ ചില കാര്യങ്ങൾ മുഖവരയിൽ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ അവസാനത്തെ ശ്വാസം തിമോത്തിയോസിന് എഴുതുമ്പോൾ താൻ പറയുന്ന വാക്കുകൾ 2 Timothy chapter 4 verse 2 onwards ഇങ്ങനെയാ പറയുന്നത്: വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും. അടുത്തത് ശ്രദ്ധിക്കണം, ഒരു വചന ശുശ്രൂഷയിൽ എന്ത് നടക്കണം നമ്മളല്ല അത് തീരുമാനിക്കുന്നത്. ഓ, ടുഡേസ് വേർഡ് വാസ് വെരി പവർഫുൾ, ഹൗ വിൽ യു മെഷർ ദ പവർ? അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, വചന ശുശ്രൂഷയിൽ നടക്കേണ്ടത് ഇങ്ങനെയാ: സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ. അടുത്ത എന്താ? ശാസിക്ക, തർജ്ജനം ചെയ്യുക. ആ 3 വാക്കുകൾ നമുക്ക് ഇഷ്ടപ്പെടുമോ കേൾക്കുമ്പോ? എന്തോ പറയുന്നു നിങ്ങൾ? ഈ 3 വാക്കുകൾ ശാസന, തർജ്ജനം, പ്രബോധനം നമ്മളെ എക്സൈറ്റ് ചെയ്യുന്നതാണോ അല്ലയോ? ഒരു പിതാവ് കുഞ്ഞുങ്ങളെ ശാസനം ചെയ്യുക, തർജ്ജനം ചെയ്യാന്ന് ഞാനിത് ഒരുപാട് അനുഭവിച്ചു എന്ന് പറയത്തില്ല. അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ഇതായി പോവും. ഒരുപാട് ഞാൻ ആ വഴിയിലൂടെ വളർന്നതാണ്. എൻ്റെ പിതാവ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നിടം മുതൽ എന്നെ അടുത്തേ ഇരുത്തത്തുള്ളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഞെരിടും. ആ രീതിയിലായിരുന്നു വളർന്നത്. അപ്പൊ ഈ ശാസന, തർജ്ജനം, പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പൻ ശാസിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് തുള്ളാനോ അറിയാനോ തോന്നത്തില്ല. ഞാൻ ഒന്നീ കരയും, അല്ലേ വളരെ ലോങ് ഫേസോടിരിക്കും. ബിക്കോസ് ഇറ്റ്സ് നോട്ട് പ്ലസന്റ് ടു ഹിയർ. അത് തന്നെ അടുത്ത വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, വചനം പ്രസംഗിക്കണം, തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. കാരണം 3-ാം വാക്യം, അവർ പഥ്യോപദേശം പൊറുക്കാതെ, അടുത്ത എന്താ? കർണരസകരമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ഞാൻ മനസ്സിലാക്കുന്നത് വചനപ്രകാരം, വെളിപ്പാട് കിട്ടിയിട്ടല്ല, വചനപ്രകാരം നമ്മൾ ആ കാലത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു പ്രഭാഷകന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ ഭയങ്കര കൊതിയാ. ഓ പാസ്റ്ററേ, എനിക്ക് കൈയടിക്കാൻ തോന്നുന്നു, എനിക്ക് എഴുന്നേക്കാൻ തോന്നുന്നു. കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ഈ പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്തതാ പറയുന്നതെങ്കിൽ, പ്രബോധനമാണെങ്കിൽ, തർജ്ജനമാണെങ്കിൽ, ഉപദേശമാണെങ്കിൽ ഞാൻ കൈയും കെട്ടിയിരുന്നത് എപ്പോ തീരും? 9 മണിക്ക് തീരുവോ? 9:10 തീരുവോ? നാളെ ഞാൻ വരുന്നുമില്ല. ഇങ്ങനൊരു പ്രതികരണം വരാൻ സാധ്യത. അതുകൊണ്ടാ യേശു കർത്താവിന്റെ ഉപദേശം കഴിഞ്ഞപ്പോ ആൾക്കാർ ചോദിച്ചത്, ഇനി എവിടാ? ഇനി ഞാൻ വരുവാ എന്നല്ല പറഞ്ഞത്. അവര് ഉപദേശത്തിൽ ഇടറിപ്പോയി ആൾക്കാർ. യോഹന്നാന്റെ സുവിശേഷം 6:66 ഈ തർജ്ജനവും പ്രബോധനവും ഉണ്ടായിരുന്നത് കൊണ്ട് ശിഷ്യന്മാരിൽ തന്നെ ആൾക്കാർ പിന്തിരിഞ്ഞു. ദിസ് ഇസ് വെരി ഹാർഡ്. ഓൾറെഡി ഞങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആണ് ജോബില്, ഓൾറെഡി പ്രഷർ ഉണ്ട്. അതിൻ്റെ കൂടെ ചർച്ചിൽ വന്നിരിക്കുമ്പോൾ പിന്നെയും പ്രഷർ എന്ന് പറഞ്ഞ് they left back, turned back, never followed Jesus again. നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ കാലത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് ഇത് വചനത്തിലൂടെ ഇത് നടക്കണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ അതിനെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി പറയാം. യോഹന്നാന്റെ സുവിശേഷം 3:16 എത്രമാത്രം നമുക്ക് ഹൃദയത്തോട് ചേർത്തിരിക്കുന്ന വാക്യമാ. ഈ കർത്താവ് ദൈവം ലോകത്തെ സ്നേഹിച്ചു, അതുപോലെ പ്രാധാന്യമുള്ളതാണ് 2 Timothy 3:16. വചനത്തെ
വചനത്തിന്റെ ഉദ്ദേശം എന്താ പ്രിയ ദൈവമക്കളെ? ഈ വചനം, നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം, ഞായറാഴ്ച പ്രസംഗമാകട്ടെ, ബൈബിൾ സ്റ്റഡി ആകട്ടെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് വേഴ്സ്? ഒരു ആവറേജ് പെന്തിക്കോസുകാരൻ ഇത് എന്തുവാന്ന് ചോദിച്ചാൽ, ഞാൻ കൊച്ചിലേ മുതലേ കേട്ട് വളർന്ന ഒരു കാര്യം, ഞാനും അത് പറഞ്ഞിട്ടുണ്ട് അറിവില്ലാതെ, ഞായറാഴ്ച എഴുന്നേറ്റ് ഇന്ന് എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഈ തുറക്കുമ്പം എനിക്കൊരു വാക്യം കിട്ടണം. ആ വാക്യം എന്തെന്ന് ചോദിച്ചാൽ, എനിക്ക് നല്ല രസമായിരിക്കണം അത് കേൾക്കാനും. ദൈവം എന്നോട് ഇന്ന് സംസാരിച്ചു പറഞ്ഞാൽ, ഇറ്റ്സ് ബൂസ്റ്റിംഗ് മീ, ഇറ്റ്സ് മോട്ടിവേറ്റിംഗ് മീ. അതുകൊണ്ടാ ഈ ഡിസംബർ 31 നമ്മൾ തെരഞ്ഞു പിടിച്ച് വാക്യങ്ങൾ വെച്ച് വി വാണ്ട് ടു മോട്ടിവേറ്റ്. അപ്പോ ആർക്കെങ്കിലും വഴിതെറ്റിയ ഏതെങ്കിലും ഒരു കറക്ഷന്റെ വാക്യം കിട്ടിയാൽ അവർ ചോദിക്കും, ഇത് ആരാ എഴുതിയിട്ടേന്ന് ചോദിക്കും അവസാനം. കാരണം എന്റെ വർഷം കളഞ്ഞു എന്നുള്ള പോലാണ്. കണ്ടിട്ടുണ്ടോ അമ്മമാരുടെ ആ ആവേശം? ജർമ്മനിയിലുള്ള മോനും കാനഡയിലുള്ള മോക്കും എല്ലാവർക്കും കൂടെ എടുക്കുക. കാരണം ഈ ഒരു വർഷം ജീവിക്കാനുള്ള സന്തോഷിപ്പിക്കുന്ന വാക്യം. 2 തിമോത്തി 3:16 നോക്ക്, ദൈവവചനം സൽപ്രവർത്തിക്ക് വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന്. വചനത്തിൽ എന്തോ ചെയ്യുന്നത്? അടുത്ത വാക്യം കൂടെ വെച്ച് 17ാമത്തെ വാക്യത്തിൽ ഈ വചനം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 3:17 ഉപദേശം. അവിടെ പിന്നെയും പറയുന്നത് ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യസനം. ടീച്ചിങ്, കറക്ഷൻ, റെബ്യൂക്കിംഗ് ആൻഡ് ട്രെയിനിങ് ഇൻ റൈച്ചസ്നെസ്. എന്റെ നിഷ്പക്ഷമായ ചിന്തയിൽ ഇത് നമ്മുടെയൊക്കെ പുൾപിറ്റിൽ, പെന്തക്കോസ്റ്റുകാരുടെ ഇടയിൽ കൂടുതൽ വളരെ വിരളമാണ്. നമ്മൾ കേൾക്കുന്നത് ഈ പറയുന്ന നീതിയോ റെബ്യൂക്കിങ്ങോ കറക്ഷനോ അല്ല. കാരണം നമ്മുടെ പ്രതികരണം കാണുമ്പോൾ അറിയാം, പ്രതികരണത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാ കേൾക്കുന്നത്, നമ്മളെ പോകുന്ന വഴിയിൽ അടിക്കുന്നതാ കേൾക്കുന്നത്. ഒരു ചലഞ്ചിങ് മെസ്സേജ്, ബ്രദർ വാട്ട് യു ആർ തിങ്കിങ് ഈസ് റോങ് എന്നൊരു മെസ്സേജ് നമ്മൾ കേൾക്കാൻ സാധ്യത കുറവാണ്. കാരണം ഈ പ്രസംഗിക്കുന്നവരായ ഞങ്ങൾക്ക്, എൻ്റെ മനസ്സിൽ ഇപ്പൊ വരും, ഇപ്പൊ ഒരു കൺവെൻഷൻ, ഇതിപ്പോ വേറൊരു സെറ്റപ്പാണ്. നമ്മളിപ്പോ ഒരു കോൺഫറൻസിൽ പ്രസംഗിക്കുകയാണ്. ആദ്യത്തെ 10 മിനിറ്റിൽ ജനങ്ങളൊന്നും ഒരു പ്രതികരണമില്ല എങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്ന, കർത്താവേ ഇന്നത്തെ കാര്യം എന്തുവായി, എല്ലാം പോയോ, ആരും കൈയടിക്കുന്നില്ല. സാധ്യത പിന്നെ ഈ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ അങ്ങോട്ട് മാറ്റി ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് വന്ന് ചില വിടുതലുകൾ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ നടക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞ് നമ്മൾ ആൾക്കാരെ ഒന്ന് ഇതാക്കിയിട്ട് പിന്നെ അവസാനം പറയും, ഇന്ന് ഞാൻ ചിലതൊക്കെ ചിന്തിച്ചുകൊണ്ട് വന്നു, പക്ഷെ ദൈവത്തിന് വ്യത്യസ്ത ഒരു രീതിയിലായിരുന്നു ഇടപെടാനുള്ളത്. എല്ലാം കുഴച്ച് മറിച്ച് ഇറങ്ങി പോകുന്ന വഴി നമ്മൾ ചിന്തിക്കും ഭയങ്കര ആത്മസാന്നിധ്യമായിരുന്നു. പക്ഷെ എന്തോ അവിടെ മിസ്സായി? കറക്ഷൻ, റെബ്യൂക്ക് മിസ്സായി പോയി, പ്രബോധനം ഇല്ലാതായി പോയി. ഇതില്ലാതെ ഒരിക്കലും തികഞ്ഞവരാകാൻ നമുക്ക് സാധിക്കത്തില്ല. ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് വളർന്നു വരുവാൻ വചനം, കണ്ണാടി പോലുള്ള വചനത്തിന്റെ മുമ്പിൽ നിന്ന്, അയ്യോ ഇതെന്നെ പറ്റിയായി എഴുതിയിരിക്കുന്നത്, ഇത് എന്റെ ചിന്തകളാണ്, ഈ അന്ത്യകാലത്തിൽ ഇവിടെ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം എന്റെ വീട്ടിലുണ്ടല്ലോ, അത് കണ്ട് ഉണരുന്നതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാകുന്ന യഥാർത്ഥ ഉണർവെന്ന് പറയുന്നത്. യഥാർത്ഥ ഉണർവിൽ ചിലപ്പോ വലിയ അട്ടഹാസങ്ങളോ എഴുന്നേറ്റ് നിൽപ്പോ കയ്യടിയൊന്നും കാണത്തില്ല, ചിലപ്പോ കാണും. എന്നാൽ യഥാർത്ഥ ഉണർവിൽ ഉറപ്പായും കാണുന്നത് കണ്ണുനീരായിരിക്കും. അവിടെ ചിരി കാണുമോ? കാണുമായിരിക്കും. അവിടെ കയ്യടി കാണുമോ? കാണത്തില്ലെന്ന് പറയാൻ നമ്മൾ ആരാ? പക്ഷെ ഒരു കാര്യം അറിയാം, തർജ്ജനം കേൾക്കുമ്പോ, പ്രബോധനം കേൾക്കുമ്പോ കണ്ണുനീർ 100% കാണും. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ഈ ദിവസങ്ങളിലെ ക്ലാസ് നമ്മളിൽ വലിയ സംഘർഷം ഉണ്ടാക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എന്തിനെന്ന് ചോദിച്ചാൽ, എന്നാലേ വചനം ശക്തിയോടെ വെളിപ്പെട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചിലത് പറഞ്ഞു പോകുന്നത് പോലെ ആയി തീരും. ഓക്കെ, ഈ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ലേഖനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളോട് എനിക്ക് പറയണം. ഇപ്പൊ മറ്റേ 2 തിമോത്തിയിൽ പറഞ്ഞത് പൊതുവെ വചനത്തിന്റെ ഉദ്ദേശത്തെ പറയാൻ വേണ്ടിയാണ്. എല്ലാ ലേഖനങ്ങളും, ഈ ബൈബിളിലുള്ള സകല ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത് രോഗസൗഖ്യമോ പെരിഫറൽ കാര്യമോ പറയാനല്ല.
നമ്മളായിരിക്കുന്ന ലോകത്തിലെ നമ്മുടെ ജോലിയുടെ കാര്യമോ, നമ്മുടെ ശാരീരിക പ്രശ്നമോ, വീടിന്റെ കാര്യമോ, ഇതല്ല ഇവിടുത്തെ മേജർ തിങ്. ഇവിടുത്തെ ബൈബിളിലെ, പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലെ മേജർ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവസഭയെ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ള കല്ലുകളായി ചേർന്ന് വന്നവരുടെ ജീവിത ശൈലി എങ്ങനെ ആകണം. അത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, രോഗസൗഖ്യം ഉണ്ടോ? 100%. നമ്മൾ രോഗസൗഖ്യം അനുഭവിച്ചവര് അനേകർ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരിക്കും. രോഗസൗഖ്യം അനുഭവിച്ചവർക്ക് പിന്നെയും രോഗം വരാമോ? വരാം. അതുകൊണ്ടാ മർക്കോസിന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് യേശു രോഗസൗഖ്യം കഴിഞ്ഞിട്ട് പറയുന്നത്, ഇതാരോടും പറയരുത്, ഇതാരോടും പറയരുത്. സൗഖ്യമാക്കിയിട്ട് പറയുക, ഇതാരോടും പറയരുത്. കാരണം എന്താ? ഇത് പറഞ്ഞാൽ ആൾക്കാർ എന്തിനു വരും? യേശുവിന്റെ അടുക്കെ സൗഖ്യത്തിന് വരും. നാളെ അവന് സൗഖ്യം കിട്ടിയില്ലെങ്കിലോ? സൗഖ്യം കിട്ടാതിരിക്കുമോ? സൗഖ്യമായ ആള് തന്നെ അതേ രോഗത്താൽ മരണപ്പെടാം. ഇത് നമ്മൾ വിളിച്ച് when we major on minor things. മൈനർ ആണോ രോഗസൗഖ്യം? പറയാം. മത്തായി, മർക്കോസ്, ലൂക്കോസിൽ മിറക്കിൾ എന്നുള്ളത് എല്ലാ പേജിലും കാണാം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞെഴുതിയ യോഹന്നാന്റെ സുവിശേഷത്തിൽ മിറക്കിളിന് വേറൊരു പദം താൻ ഉപയോഗിക്കുക. ഏതാ പദം എന്നറിയാമോ? സയൻസ്. ഇത് അടയാളമാണ്. അടയാളം എന്ന് പറഞ്ഞാൽ മിറക്കിൾ അതിൽ തന്നെ പൂർണ്ണമല്ല. നമ്മളെല്ലാം കൂടെ ഓടി വന്ന് എല്ലാ ദിവസവും ഇന്ന് അത്ഭുതം, ഇന്ന് അത്ഭുതം, ഇന്ന് അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടുവലയുടെ മുമ്പിൽ നിൽക്കുമെന്നും, എനിക്ക് ചൂണ്ടുവല ഒന്ന് കാണണം, എന്ത് ചൂണ്ടുവല കാണണം. യേശു അത്ഭുതം ചെയ്യുമോ? ചെയ്യും. ഇന്ന് ചെയ്യുമോ? ചെയ്യും. പക്ഷേ ഇതെല്ലാം അടയാളം എന്ന് പറഞ്ഞാൽ ഇത് യേശുവിലേക്ക് എന്നെ തിരിച്ച് യേശുവിന്റെ സ്വഭാവവുമായി ഞാൻ താരതമ്യപ്പെടുന്ന ആ ജീവിതത്തിലേക്ക് വരുന്നില്ല എങ്കിൽ അത്ഭുതം അതിന്റെ ഉദ്ദേശം നടന്നില്ല. അതുകൊണ്ട് ആ ലേഖനങ്ങളെല്ലാം നമ്മൾ ഇപ്പൊ ഈ വായിച്ച് ധ്യാനിക്കാൻ പോകുന്നത് ഉൾപ്പെടെ, യാക്കോബിന്റെ ലേഖനത്തിന്റെ അവസാനം എങ്ങാണ്ടുണ്ട്, നിങ്ങളിൽ രോഗമുള്ളവര് മൂപ്പന്മാരെ വിളിച്ച് പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലാതെ റോമാലേഖനമാകട്ടെ, ഗലാത്യ ലേഖനമാകട്ടെ, കൊരിന്ത് ലേഖനമാകട്ടെ, ഇതിന്റെ ഒന്നും ഫോക്കസ് എന്നുള്ളത് ഈ ലോകം എങ്ങനെ കുറച്ചുകൂടെ മനോഹരമാക്കാം എന്നുള്ളതല്ല. എങ്ങനെ നിത്യതയ്ക്കായി ഒരുങ്ങാം, എങ്ങനെ സഭ പണിയാം, ദൈവസഭ ദൈവം ഉദ്ദേശിക്കുന്ന പോലെ ആയി തീരാൻ വേണ്ടി, those are the major things that you see in the Bible. Not about our comfort, not about how I can make more money and things like that. ഈ എഫെസസ് സഭ എന്ന് പറഞ്ഞാൽ പൗലോസ് ഏറ്റവും കൂടുതൽ സമയം ഒരിടത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ എഫെസസിലാണ്. അതെന്താ? അതിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും, അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ബൈബിൾ സ്റ്റഡി ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വളരെ വേറെ വ്യത്യസ്തമായി ചിന്തിച്ചേനെ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാഴ്ച എനിക്ക് അപ്പോസ്തലനായ പൗലോസിനോട് യാത്ര ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഹിസ് എംഫസിസ്, തന്റെ പ്രാർത്ഥന, തന്റെ ജീവിത ശൈലി എന്നെ ഒരുപാട് അഫക്റ്റ് ചെയ്തേനെ. പലപ്പോഴും നമുക്ക് മോഡൽസ് ഇല്ലാതെ പോകുന്നു. ഇവരെത്ര വർഷം കണ്ടെന്നറിയാമോ? ഈ എഫെസസുകാര് ഇപ്പൊ ഈ നമ്മൾ വായിച്ച ലേഖനം എഴുതി അവര് പൗലോസിനെ 3 വർഷം അടുത്ത് കണ്ടവരാണ്. എന്തു പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്, they know what it means to be a spiritual man. They have heard the word of God. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കറക്ഷൻ കിട്ടിയിട്ടുള്ളവരാണോ? എഴുതി വെച്ച ആള് ശുശ്രൂഷിക്കുന്ന സഭയിൽ കറക്ഷൻ കിട്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. 3 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എഫെസസിൽ നിന്നും, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ this is his farewell address. 3 years have gone by. താൻ പറയുന്നത് 20-ന്റെ 20 പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ. അപ്പൊ തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട്, പ്രയോജനമുള്ളത് മറച്ചു വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടല്ലേ എടുത്തു പറയുന്നത് പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ. പ്രയോജനമുള്ളത് കേൾക്കാൻ ഇഷ്ടമുള്ളതാണോ? ആണോ? നമുക്ക് പ്രയോജനം വരുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളതാണോ? അതുകൊണ്ടാ പറയുന്നത് പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചിട്ടില്ല. 2 ടൈപ്പിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്.
എൻ്റെ സ്നേഹിതനുണ്ട് തിരുവല്ലയിൽ, എൻ്റെ സമപ്രായക്കാരനാ പുള്ളിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുന്നത്. പുള്ളിയുടെ ഒരു പ്രശ്നമുള്ളത്, ഹി ഈസ് വെരി അപ്പ് ഫ്രണ്ട്. ഇപ്പൊ ഞാൻ പറയുക, എൻ്റെ ക്രിയാറ്റിൻ 1.9 കഴിഞ്ഞ ടെസ്റ്റിൽ പറയാൻ പോകുന്നത് നിന്റെ കിഡ്നി ഹാഫ് പോയെന്നായിരിക്കും. അങ്ങനത്തെ ആളാണ്. അപ്പോഴ് മറ്റൊരു ഡോക്ടറിൻ്റെ അടുക്ക ചെന്നാൽ വേറെ രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ ചിലർക്കുണ്ടല്ലോ, ചില അമ്മച്ചിമാരും ഒക്കെ നമ്മള്, എനിക്ക് ആ ഡോക്ടർ ഒന്ന് കണ്ടാ മതി, എൻ്റെ അസുഖം പകുതി മാറുമെന്ന് പറയും. എന്താന്ന് ചോദിച്ചാൽ, അമ്മച്ചി ഇന്ന് കഴിച്ചോ, ഇത് ഒന്നും പറയത്തില്ല, എല്ലാം വേറൊരു രീതിയിൽ പറഞ്ഞ്. ഈ വചനവും അങ്ങനെ പലർക്കും രണ്ട് തരത്തിലുള്ള വൈദ്യന്മാര് പോലെ. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ആദ്യത്തെ ഗണത്തിലുള്ള ഡോക്ടറാ. ഇഷ്ടപ്പെടുത്തി കിഡ്നി തകർന്നിരിക്കുമ്പോ, ലിവർ പോയപ്പോ, ഹാർട്ട് ഓൾമോസ്റ്റ് ഇല്ലാതാകുമ്പം ഒരു കുഴപ്പമില്ല, ഇൻ ഫോർ യുവർ ഏജ് യു ആർ ലുക്കിംഗ് വെരി സ്മാർട്ട് എന്ന് പറയുന്ന ഡോക്ടറല്ല. നിങ്ങൾക്ക് പ്രയോജനം വരുന്നതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല, പരസ്യമായും വീട് തോറും നിങ്ങളോടുകൂടി അറിയിക്കുകയും. അടുത്ത വാക്ക് എന്താ? നിങ്ങളെ ഉപദേശിച്ചു. ഡോക്ട്രിൻസ് ആർ നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ് ടു ഹിയർ. ഇറ്റ് മേ സൗണ്ട് വെരി ഡ്രൈ. ഡ്രൈ. വാസ്തവത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരിടത്ത് ഇങ്ങനെ ഒരു പ്രസംഗത്തിന് പോയി. പ്രസംഗം കഴിഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ചത് എൻ്റെ ചെവിയിൽ ഇപ്പോൾ ഉണ്ട്. നമുക്ക് കൈയടിക്കാൻ ഇന്നൊന്നും കിട്ടിയില്ലേലും ദൈവത്തിന്റെ വചനമാണല്ലോ കേട്ടതെന്ന്. അതിശയോക്തി ഇല്ല, ഞാൻ പറയാണ്. എൻ്റെ വാക്കിൽ ഞാൻ അത് ശ്രദ്ധിക്കും. അടുത്ത ആള് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ, ഈ വചനത്തോട് എങ്ങനെ അവര് പ്രതികരിക്കുന്നതെന്ന് കേൾക്കാൻ. ഞാൻ കേട്ടത്, നമുക്കിന്ന് കൈയടിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവവചനമാണല്ലോ കേട്ടതെന്ന്. ആശ്വസിപ്പിക്കുക എല്ലാരെയും. എന്ന് പറഞ്ഞാൽ നാളെ വരണേ പ്രസംഗിച്ച് ആ രീതിയിൽ. ഇവിടെ പറയുന്നത് ഉപദേശിക്കുകയും ചെയ്തുവെന്ന് 3 years കഴിഞ്ഞപ്പോൾ തന്നെ സാക്ഷ്യമായിട്ട് പറയുകയാണ്. പാസ്റ്ററിന്റെ ടെസ്റ്റിമണി എന്ന് പറയുന്നത്, ഐ മെയ്ഡ് യു ഹാപ്പി. പാസ്റ്റർ ജോക്കർ അല്ല. ഇന്ന് നമ്മൾ പലപ്പോഴും ഈ പുൾപിറ്റിൽ പലരെയും കാണുന്നത്, ഇന്നാൾ ഒരാള് ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതാണ്, നമ്മുടെ പല ആൾക്കാരെയും വല്ല ഏഷ്യാനെറ്റോ വല്ല ചാനലോ പിടിച്ചോണ്ട് പോയാൽ അവര് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആയിട്ട് ഉപയോഗിക്കാൻ കൊള്ളും. തുടങ്ങുന്ന നിമിഷം മുതൽ അവസാനം വരെ കോമഡി. ഇവിടെ പറയുന്നത് 20-20 പറഞ്ഞു വിടുകല്ല. 20-27 എന്താ പറയുന്നത്? പിന്നെയും ആക്ട്സ് 20:27 പൗലോസിന്റെ സാക്ഷ്യം എന്താണ്? ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നു. എന്നിട്ട് പറയുക പൗലോസ് 29ാമത്തെ വാക്യത്തിൽ, ഞാൻ പോയ ശേഷം, ഞാൻ ഇവിടെ ഉള്ളപ്പോ അത് നടക്കുവോ? ഞാൻ ഉള്ളപ്പോ നടക്കത്തില്ല. കാരണം വചനത്താൽ ഒരു മതിൽ, ഉപദേശത്തിന്റെ പ്രബോധനത്തിന്റെ ഗുണീകരണത്തിന്റെ ഒരു മതിൽ താൻ ഉണ്ടാക്കി. തന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ആത്മീക പക്വതയിൽ വളരണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിൽ താൻ ശുശ്രൂഷിച്ചു. താൻ പറയുക, ഞാൻ പോവാണ് സഭയെന്ന്. ഞാൻ പോയാൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞാൽ, കൊടിയ ചെന്നായ അറിയുന്നത് വചനമില്ലാതെ കടിച്ചു കീറാൻ, ഭൗതികത ഇങ്ങോട്ടെടുക്കാൻ നിൽക്കുന്ന കൊടിയ ചെന്നായ്. ആടിന്റെ വേഷമുള്ള എന്നാൽ ആടുകളെ ആദരിക്കാത്ത ചെന്നായി. അവരെ കൺട്രോൾ ചെയ്ത് വിശ്വാസികളുടെ സമ്പത്തിനെ എങ്ങനെ ഇങ്ങോട്ടെടുക്കാമെന്ന രീതിയിലുള്ള ശുശ്രൂഷകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് വരും എന്ന് പൗലോസ് പറയുകയാണ്. അപ്പൊ ഈ എഫെസസ് സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വചനം അറിയാവുന്ന, ഉപദേശം അറിയാവുന്ന, പ്രബോധനം കിട്ടിയ നല്ല ചർച്ചാണ്. പൗലോസ് 3 years പാസ്റ്റർഷിപ്പിൽ ഇരുന്ന ചർച്ചാണ്. ഈ 6ാം അധ്യായം നിങ്ങളോട് അറിയിക്കാനായി എൻ്റെ അകത്ത്, ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ ബേർഡനായി വന്നത്. അതിന്റെ 13ാമത്തെ വാക്യത്തിലെ ഒരു പരാമർശം ശ്രദ്ധിക്കണം. 6:13 വാക്യം. ഞാൻ ആദ്യം അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. Therefore put on the full armor of God so that when the day of evil comes. ഡേ ഓഫ് ഈവിളിന് മലയാള പരിഭാഷയിൽ എന്തോ എഴുതിയിരിക്കുന്നത്? ദുർദിവസം. കഴിഞ്ഞ ദിവസം അതൊരു ശബ്ദമായിരുന്നോ? പറയാൻ അറിയത്തില്ല. അത് കണ്ണിൽ കാണുകയായിരുന്നോ? അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ദുർദിവസം
ദുർദിവസത്തിൽ എങ്ങനെ നിൽക്കണമെന്ന് നിങ്ങളെ വചനത്താൽ അഭ്യസിപ്പിക്കാനാണ് ഈ മീറ്റിങ്ങുകൾ ഒരുക്കപ്പെട്ടത് എന്നെന്റെ ആത്മാവിൽ ബോധ്യപ്പെട്ടു. ദുർദിവസം വരുന്നു. നിങ്ങളുടെ ഭവനത്തിന്റെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ ദുർദിവസം വരുന്നു. ആ ദിവസത്തിൽ എങ്ങനെ നിൽക്കാം, അതിനൊരു അഭ്യസനം ഉണ്ടായാലേ ഒക്കത്തുള്ളൂ. അല്ല, വരുന്നത് വെച്ചുകൊണ്ട് നമുക്ക് പോകാനൊക്കത്തില്ല. ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ കേൾക്കണം. ആദ്യം ദുർദിവസം എന്താണെന്ന് അറിയണം. ദുർദിവസം ഇവിടത്തെ ആരുടെയെല്ലാം വണ്ടി ഇടിക്കുന്നതല്ല. ദുർദിവസം എന്ന് പറയുന്നത് മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോ ഹൊറിഫൈയിങ് മെഡിക്കൽ റിപ്പോർട്ട് വന്നു. അതല്ല ഇവിടെ പറയുന്ന ദുർദിവസം. ദുർദിവസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കും? വചനത്തിന് മുമ്പിൽ ഇരുന്നാൽ മതി. ഇന്നത്തെ ഈ ദിവസം അടുത്ത നിമിഷങ്ങളിൽ ഇരിക്കുമ്പോ പരിശുദ്ധാത്മാവ് ഇതായിരുന്നു ദുർദിവസം, ദുർദിവസത്തിൽ എങ്ങനെ നിൽക്കാം എന്നുള്ള അഭ്യസനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുക. ഇംഗ്ലീഷ് പരിഭാഷയിലെ 1-2 ട്രാൻസ്ലേഷൻസ് ഞാനൊന്ന് വായിക്കാം. കാരണം ആ ദുർദിവസം എന്നുള്ളത് അല്ലേ നമുക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനം നമ്മൾ കൊടുക്കും. അതിന്റെ മൂലപദത്തിൽ അർത്ഥമാക്കിയിരിക്കുന്ന അർത്ഥം മനസ്സിലാകാൻ വേണ്ടി ഇംഗ്ലീഷ് പല പരിഭാഷകൾ നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കുന്ന ഈസ് there anybody here who has got another translation other than days of in the evil day? Anybody has any other translation? ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ എല്ലാം ബൈബിളിൽ ഈവിൾ ഡേ എന്നാണോ ഉള്ളത്, അതോ is there any other word used? ഇല്ല, എല്ലാവരുടെയും അകത്ത് ഈവിൾ ഡേ ആണോ? ഓക്കെ. ചില ട്രാൻസ്ലേഷൻ ഇങ്ങനെയാ പറയുന്നത്, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ഇൻ ദ ഡേയ്സ് ഓഫ് ഡേഞ്ചർ. ഈവിളിന് എന്തോ ഉപയോഗിച്ചിരിക്കുന്നത്? ഡേഞ്ചർ, അപകടകരമായ ദിവസം എങ്ങനെ നിൽക്കണമെന്ന് ശക്തി പ്രാപിച്ച് നീ മനസ്സിലാക്കണം. എനിക്ക് ഈ മെസ്സേജ് ബൈബിൾ എന്ന് പറഞ്ഞ ഒരു പരിഭാഷയുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷൊക്കെ കൈകാര്യം ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഐ റെക്കമെൻഡ് മെസ്സേജ് ബൈബിൾ. കുറച്ചുകൂടെ ഒരു ഫ്രീ ട്രാൻസ്ലേഷനാണ്. അതിന്റെ കണ്ടംപററി ഇംഗ്ലീഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംസാര ഭാഷ പോലെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് മനസ്സിലാവും. ഈ 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിന്റെ മെസ്സേജ് ബൈബിൾ എന്ന പരിഭാഷയിൽ പറയുന്നത് ഇങ്ങനെയാ, ബി പ്രിപ്പയർഡ്, ബി പ്രിപ്പയർഡ്. ഈ ദിവസങ്ങളിലെ ഈ സ്റ്റഡിയിൽ ബി പ്രിപ്പയർഡ്, യു ആർ അപ്പ് അഗൈൻസ്റ്റ് ഫാർ മോർ ദാൻ യു ക്യാൻ ഹാൻഡിൽ ഓൺ യുവർ ഓൺ. നിനക്കത് നേരിടാനുള്ള ശക്തി ഇല്ല. യു ആർ അപ്പ് അഗൈൻസ്റ്റ് far more than you can handle. എനിക്ക് 60 കിലോ എടുക്കാനേ ഭാരമുള്ളെങ്കിൽ എന്റെ മുമ്പേ വരാൻ പോകുന്നത് 600 കിലോയാണ്. അതിനെ വിളിക്കുന്നതാണ് ദുർദിവസമാണിത്. ദുർദിവസത്തിൽ എതിർക്കേണ്ടതിന് നിനക്ക് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ഇല്ലെങ്കിൽ ഈ ഭാരം വന്ന് നിന്നെ ഇല്ലാതാക്കും. പിന്നെയും ഞാൻ പറയാണ്, നമ്മൾ കേട്ടും വായിച്ചും പരിചയമുള്ളതുകൊണ്ട് സ്വാർത്ഥവൽക്കരിക്കപ്പെട്ട വായനയെ നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. സ്വാർത്ഥവൽക്കരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് നേരെ എന്തോ വരുന്നുണ്ട്, അപ്പം ഇത് കുടുംബത്തിന്റെ കാര്യമല്ല. എൻ്റെ ജോലിക്ക് നേരെ എന്തോ ജോലിയല്ല ഇവിടെ. ഇവിടെ എന്താന്നുള്ളത് നമ്മൾ വായിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനോട് യാചിക്കണം. എന്തുവാ ഈ വലിയ ഭാരം? Danger. You are up against something dangerous. What does that mean? നോക്കണം. ഇതേ പദമുണ്ടല്ലോ, ദുർദിവസം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ ലേഖനത്തിൽ 2 ഇടങ്ങളിലൂടെ കാണുന്നുണ്ട്. That will give us at least a bit of idea how to approach this. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പറയും. ഇതേ വാക്ക് ഇപ്പൊ ഒരാൾ മൂലപദത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ 6:13 വായിക്കുമ്പോ ഇതേ വാക്കാണല്ലോ മറ്റെടുത്ത് ഉപയോഗിച്ചേ, ഇതേ വാക്കാണല്ലോ മറ്റെടുത്ത് ഉപയോഗിച്ചേ. ഏതാ ആ വാക്യങ്ങൾ? 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ആദ്യം കാണാം ഈ പദം. ദുർദിവസം എന്ന് പറഞ്ഞാൽ അതേ വാക്കിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ദുഷ്കാലം എന്നാണ്. അപ്പൊ മനസ്സിലായോ? ദുർദിവസം എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസത്തെ അല്ല, ഇറ്റ്സ് എ സീസൺ, ദുഷ്കാലമാണ്.
ആ 5:16 പറയുന്നത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഒരു വാക്കൂടെ ഉണ്ട്, ഇതേ പദം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യം കൂടെ ഉണ്ട് ഈ ലേഖനത്തിൽ. അത് 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യമാണ്. എല്ലാറ്റിനും മീതെ, അതേ വാക്ക് ദുർദിവസം എന്നുള്ള പൊനേറോസ് എന്ന പദം, ഈവിൾ ഡേയ്സ്, അതേ പദമായി ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. ഒരു കാര്യം മനസ്സിലാക്കണമേ ദൈവമക്കൾ എല്ലാവരും, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നമ്മുടെ ജോലി പ്രതിസന്ധി വരുന്നതിനെ കുറിച്ചല്ല. ജോലി നല്ലതായി പോകുമ്പോ, ആരോഗ്യത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോകുമ്പോ, സൗഖ്യം കിട്ടി മുമ്പോട്ട് പോകുമ്പോ സ്വർഗം അതിനെ നോക്കി വിളിക്കാൻ സാധ്യതയുണ്ട്. ഇത് ദുർദിവസമാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തുവാ ദുർദിവസം? ദുർദിവസം എന്താ എന്ന് ചോദിച്ചാൽ, ദുഷ്ടൻ ഒരു ലക്ഷ്യത്തോടെ എന്റെ മുമ്പിൽ ഒരു സീസൺ തുറക്കുന്നു. ആ സീസണിൽ എനിക്ക് ബൈബിൾ വായിക്കാൻ സമയമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, എനിക്ക് രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് കരയാൻ സമയമില്ല. ഐ ആം ടു ബിസി. എനിക്ക് ആത്മീക വളർച്ചയെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് സമയമില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ലതായി പോകുന്നു. എനിക്കൊരു സമയം കിട്ടിയാൽ, ഒരു അവസരം കിട്ടിയാൽ ഞാൻ പാട്ടുകൊണ്ട് അങ്ങ് എഴുന്നേക്കുക. കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്താൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടാൻ. ആ സീസണെ വിളിക്കുന്നതാണ് ഇത് ദുർദിവസമാണ്. ദുഷ്ടൻ ഒരു സീസൺ നിന്റെ മുമ്പിൽ തുറന്നു. ആ സീസൺ നീ നോക്കിയപ്പം സെറ്റിലായ ദിവസമാണ്, നിന്റെ രോഗം മാറിയ ദിവസമാണ്, നിനക്ക് സാമ്പത്തിക നന്മ ലഭിച്ച സീസണാണ്. പക്ഷെ ഒരിക്കൽ നിനക്കുണ്ടായിരുന്ന കരച്ചിൽ ഇന്നില്ല, ഒരിക്കൽ നിന്റെ അകത്തുണ്ടായിരുന്ന തീക്ഷ്ണത ഇന്നില്ല. നീ കൈവച്ച് പ്രാർത്ഥിച്ച രോഗിയെ ദൈവം സൗഖ്യമാക്കിയ ഒരു സീസൺ ഉണ്ടായിരുന്നു. ശുശ്രൂഷ ചെയ്തവനെ തളച്ചിടുന്ന ഒരു സീസൺ, അതിനെ വിളിക്കുന്നതാണ് ഇത് ദുർദിവസമാണ്. ദൈവത്തിന് ഈ സഭയോടും ഇവിടെ വന്നിരിക്കുന്നവരോടും വിളിച്ചു പറയാനുള്ളത് ഏതാ ദുർദിവസം എന്നറിയാമോ? പ്രാർത്ഥനയിൽ ദൈവം 13 വർഷം മുമ്പ് പറഞ്ഞൊരു ദൂതുണ്ടായിരുന്നു. ദൈവം നിന്നെ ഉപയോഗിക്കും, നീ സംസാരിക്കുമ്പോ ഭൂതങ്ങൾ വിട്ടുപോകും. എന്നാൽ ഇന്ന് വന്നിരിക്കുമ്പോ അതൊഴികെ ബാക്കി എല്ലാം നിവർത്തിയായി. അതിനെ വിളിക്കുന്നതാണ് ഇത് ദുർദിവസമാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പലരുടെയും സാക്ഷ്യം പിശാചി കേട്ടാൽ ഹല്ലേലൂയ പറയും ഉറക്കെ. കാരണം ദൈവ പദ്ധതി നടക്കാതെ വണ്ണം ലൗകിക സുഖങ്ങളിൽ നമ്മളെ തളച്ചിട്ട് പ്രാർത്ഥനാ വിഷയം മുഴുവൻ ഇഹലോകത്തിലെ ആക്കി മാറ്റി ദൈവത്തിന് ഉപയോഗശൂന്യമാക്കി വച്ചിരിക്കുന്ന അനുഭവങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ് വചനത്താൽ. ഇതൊരു ദുർദിവസമാണ് നിന്റെ ജീവിതത്തിലെ. നീ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ കൂടുതലായി എല്ലാം നല്ലതായി നടന്നു. നടക്കാഞ്ഞത് ഒന്നേ ഉള്ളൂ, നിന്റെ അധരങ്ങളിൽ നിന്നും വചനം പോയി, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പോയി, നിന്റെ ഉള്ളിൽ നിന്ന് തീക്ഷ്ണത പോയി. അതിനെ വിളിക്കുന്നതാണ് ഇത് ദുർദിവസമാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഈ കാലമത്രയും നിന്നെ ബിസിയാക്കിയതാണ് ഈ ദുഷ്ടന്റെ ഏറ്റവും വലിയ തന്ത്രം. സ്വസ്ഥതയില്ലാതെ വണ്ണം നിന്നെ ഇഹലോക ചിന്തയിൽ മുള്ളിനിടയിൽ വീണൊരു വിത്ത് പോലെ ആക്കി തീർത്തതിനെ വിളിക്കുന്നതാണ് ഇത് ദുഷ്ടകാലമാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ ഞാൻ പറയുന്നേ. ഈ 10 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോ പൗലോസ് ഈ ദുർദിവസത്തെ ചെറുതായി കാണുന്നില്ല. ചിലപ്പോ നമ്മൾ പറയത്തില്ലേ, ഡോണ്ട് ഗീവ് ഡെവിൾ അൺഡ്യൂ ഇമ്പോർട്ടൻസ് എന്ന് പറയും. ഇല്ലാത്ത ഒരു പവർ അതിന് കൊടുക്കരുതേ എന്ന് പറയും. ഡോണ്ട് സീ ഡെവിൾ എവ്രിവേർ അണ്ടർ ദ സീറ്റ് ഓൺ ദ പുൾപിറ്റ്, നോ. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത്, 3 വർഷം ബൈബിൾ കേട്ടവരോട് പറയുന്നത്, you got to be really careful.
3 കാര്യങ്ങൾ ഈ ശക്തിയെ, ദുർദിവസത്തെ വിശുദ്ധീകരിക്കാൻ തന്നെ ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു പോവും, why you are focusing too much on that side? Just focus on the power of God. You should know, I should know what is this terrible times of evil എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത്, ഇതിനെ പൗലോസ് പറയുന്നത് ഇത് ശക്തി കുറഞ്ഞതല്ല, this is powerful. ഏത്? ഈ ദുർദിവസം എന്ന് പറയുന്നത് നമ്മുടെ പഴയ നാട്ടിലെ തോട്ടിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോ ഇങ്ങനെ മീന് തോടൊഴുകുന്നുണ്ടായിരുന്നു. ആ തിരമാലയല്ല ഇതൊരു സമുദ്രത്തിന്റെ നടുവിൽ നിന്നാൽ തിരമാല വരുന്നത് തോട് പോലല്ല. പൗലോസ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നോക്കണം. 6:12 വാക്യത്തിൽ പറയുന്നത് ദുർദിവസം എന്താണ്, ഇതെങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. ഇംഗ്ലീഷിൽ പറയുന്നത് ആ ലോകാധിപതികൾ എന്നുള്ളതിന് പറയുന്നത് പവേഴ്സ് ഓഫ് ദിസ് ഡാർക്ക് വേൾഡ്. പവർ ഉണ്ടോ ഈ ഡാർക്ക് വേൾഡിന്? നമ്മൾ പലപ്പോഴും പവർ അളക്കുന്നത്, ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു പ്രമോഷൻ കിട്ടുന്നില്ലല്ലോ, അവിടെ നമ്മള് ശത്രുവിന്റെ പോരാട്ടമായതെന്നൊക്കെ പല്ല് കടിച്ച് പറയുന്നത്. ഇവിടെ പൗലോസ് പറയാ ദുർദിവസത്തിന് ശക്തിയുണ്ടോ? എത്ര ശക്തി എന്ന് ചോദിച്ചാൽ അന്ധകാരത്തിന്റെ ലോകാധിപതിയാണ് ഇതിന്റെ പിമ്പിൽ നൃത്തമാടുന്നത്. പവേഴ്സ് ഓഫ് ദിസ് ഡാർക്ക് വേൾഡ് ഈസ് ഇൻ ഓപ്പറേഷൻ. ശ്രദ്ധിക്കണം, ഇതേ പദം പവേഴ്സ് ഓഫ് ഡാർക്ക് വേൾഡിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്. അവിടെ ഞാൻ പലപ്പോഴും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കും, രക്ഷ എന്താന്ന് പോലും പലർക്കും അറിയത്തില്ല. ഒരു ആവറേജ് ബെന്തിക്കൂസുകാരനോട് രക്ഷ എന്താന്ന് ചോദിച്ചാൽ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയും. നരകത്തിൽ പോകേണ്ട ഞാനാ, താങ്ക് യു ലോർഡ്, ഐ വിൽ ബി ഇൻ ഹെവൻ. എഫേസ്യ ലേഖനം 2 എന്താ രക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിൽ നിന്നാ രക്ഷപ്പെട്ടത്? 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവയിൽ നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും. പവർ ഉണ്ടോ? പവർ ഉണ്ട്. എങ്ങനെ ആ പവർ അളക്കപ്പെടുന്നത്? ആ പവർ എങ്ങനെ അളക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അടുത്ത വാക്യത്തിൽ, 3-ാമത്തെ വാക്യത്തിൽ 2:3 പറയുന്നത്, all of us also lived among them at one time, gratifying the cravings of the flesh. നോക്കിക്കേ, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ, അടുത്ത വാക്ക്, ജഡമോഹങ്ങളിൽ നടന്നു. എന്തിൽ നിന്നാ രക്ഷപ്പെട്ടത്? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ധകാരത്തിന്റെ ലോകാധിപതി കീഴ്പ്പെടുത്തിയ ഒരാളിന്റെ ലക്ഷണം എന്താ? പുള്ളി എന്തോ നോക്കിയായിരിക്കും നടക്കുന്നത്? ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഈ പറയുന്ന ജഡമോഹം എന്ന് പറയുന്നത് ഇമ്മോറാലിറ്റി മാത്രമല്ല. ഈ പറയുന്ന ജഡമോഹത്തിൽ നിന്നെന്ന് പറയുന്നത്, അയ്യോ ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു പുള്ളിക്ക്, സിഗരറ്റ് വലി. അത് മാത്രമല്ല, ജഡമോഹത്തിന്റെ അറ്റ് ദ കോർ ഓഫ് ഇറ്റ് എന്താന്ന് ചോദിച്ചാ, എനിക്ക് നല്ലതായിട്ടൊന്ന് ജീവിക്കണം, എനിക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഏറ്റവും നല്ല വീട് വേണം, എനിക്ക് ഏറ്റവും നല്ല വണ്ടി വേണം, എനിക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ വേണം. ജഡമോഹത്തിന്റെ ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ ഐ ആം തിങ്കിങ് അബൌട്ട് ഓൺലി മൈ ലൈഫ്. പാപത്തിലും അകൃത്യത്തിലും മരിച്ചവരുടെ ലക്ഷണമായിട്ടാ പറയുന്നത്. അവരെന്ത് വെച്ചാ ജീവിക്കുന്നത്? ജഡമോഹങ്ങളിലാണ് അവർ നടക്കുന്നത്. ലോകത്തിന്റെ അധിപതി വാഴുന്ന ഒരാളുടെ ഹൃദയം ജഡമോഹമായിരിക്കും അവന്റെ മനസ്സിൽ മുഴുവൻ, ലോകത്തിലെ ചിന്ത. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ചിലപ്പോ പലപ്പോഴും ഈ 4-fold ഗോസ്പൽ എന്ന് പറയാനെ, അത് ഇന്നാൾ ആരോ പറഞ്ഞ പോലെ അമേരിക്കൻ ഡ്രീം ജീവിക്കാനുള്ള അമേരിക്കൻ ഗോസ്പലാണത്. അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ഹാവ് ദ ബെസ്റ്റ് ആൻഡ് ദ ബിഗസ്റ്റ്.
അതിനുവേണ്ടി വാർത്തെടുക്കപ്പെട്ട ഒരു സുവിശേഷം തന്നെയുണ്ട്. നാട്ടിലൊക്കെ ആദ്യകാലങ്ങളിൽ വന്ന സുവിശേഷം. യേശു പാപികളെ, യേശു രോഗികളെ, യേശു. പരിശുദ്ധാത്മാവിന്റെ രക്ഷ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എംഫസിസ് എന്ന് പറഞ്ഞാൽ കം ടു പെന്റിക്കോസ്റ്റൽ ചർച്ച്, ദെൻ ഐ വിൽ ഹാവ് എ ഗുഡ് ലൈഫ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ആദ്യ കാലയളവിലൊക്കെ പെന്തിക്കോസിലെ ആൾക്കാർ ചോദിച്ചാൽ നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നാണ് ഇനി അമേരിക്കയിൽ പോകുന്നതെന്ന്. ഈ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ ഞാൻ നിന്നപ്പോൾ മറ്റൊരു മതസ്ഥനാണ്. അദ്ദേഹം എന്നോട് സംസാരിച്ചു, എന്തുവാ നിങ്ങളുടെ പരിപാടി? ഞാൻ പറഞ്ഞു, ഐ ടീച്ച് ബൈബിൾ. അതാ, ഓ ടീച്ച് ബൈബിൾ, എന്തോ അപ്പൊ പഠിച്ചു? ഞാൻ പറഞ്ഞു, ബികോം കഴിഞ്ഞിട്ടാ പോയെ, ദൈവത്തിന്റെ ഒരു വിളി ഉണ്ടായി പോയതാ. പുള്ളി എന്നോട് എടുത്തവായി ചോദിച്ചത്, ഇത്തിരി ബെനിഫിറ്റ് കാണുമല്ലേ എന്ന്. ഇത്തിരി ബെനിഫിറ്റ് കാണുമല്ലോ. ഒരു സാമാന്യ വ്യക്തിയുടെ അറിവാ ഞാൻ പറയുന്നത്. ജഡമോഹത്തിൽ നിന്നല്ല രക്ഷിക്കപ്പെട്ടത്, ജഡമോഹത്തിന്റെ ആഴത്തിലോട്ടാ രക്ഷിക്കപ്പെട്ട ആൾ വന്നത്. നേരത്തെ പോലും ഇല്ലാത്ത മോഹങ്ങൾ എവിടെ വന്നു? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് വന്നു. കാരണം രക്ഷ എന്നുള്ളത് ഹെല്ലിൽ നിന്ന് ഒഴിവ് മാത്രമായിരുന്നു. ഇവിടെ പറയുന്നത് 2:1-2-3 പറയുന്നത് ലോകം, ജഡം, പിശാച് കീഴ്പ്പെടുത്തി വെച്ച ആളെ വിളിക്കുന്നതാണ് മരിച്ചവൻ, പാപത്തിൽ മരിച്ചവൻ. അവനെ ആ ദൈവസ്നേഹത്താൽ വീണ്ടെടുത്ത് ദൈവത്തിലേക്ക് തിരിക്കുന്നു. അവന്റെ ജഡ അഭിലാഷം മാറി. ഇപ്പൊ അവന്റെ അകത്ത് ഒന്നേ ഉള്ളൂ, എനിക്ക് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണം. എനിക്ക് ഈ ലോകത്തിൽ ഒന്നുമായില്ലേരും, വീട് വെച്ചാലും വീട് വെച്ചില്ലേരും, രോഗം പിടിച്ചാ പോലും അതിന്റെ നടുവിലും യു ബി ഗ്ലോറിഫൈഡ്, ദൈവമേ അങ്ങ് മഹത്വപ്പെടണേ. അതാ രക്ഷിക്കപ്പെട്ടവന്റെ ലക്ഷണം. പക്ഷേ നമ്മുടെ സഭകളിലൊക്കെ സംഭവിച്ചത്, പലരും സ്നാനപ്പെട്ടത് പോലും ആൾക്കാർ പോയി പറഞ്ഞത്, സ്നാനപ്പെട എല്ലാം ശരിയാവും, ഗവൺമെന്റ് പറഞ്ഞ പോലെ എല്ലാം ശരിയാവും, ഞങ്ങളെ ഇലക്ട് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ പോലെ, നീ ഒന്ന് സ്നാനപ്പെട, എല്ലാം കെട്ടുംപൊട്ടും, എല്ലാം ശരിയാവും. ഈ കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, what happened with many people is transfer of God. നേരത്തെ തിരുമേനിയുടെ മുമ്പിൽ നിന്നു, വാഴ്ചയുടെ മുമ്പിൽ നിന്നു, ഇപ്പൊ എങ്ങോട്ടാ തിരിയുന്നേ? ഒന്നുമില്ല. ഞങ്ങളുടെ പാസ്റ്ററെ വീട്ടിൽ മൊത്തം വിഗ്രഹങ്ങളായിരുന്നു, എല്ലാം ഞങ്ങൾ ചാക്കിനകത്ത് ഇട്ടുകൊണ്ട് പമ്പയാറ്റി കളഞ്ഞു. ട്രാൻസ്ഫർ ഓഫ് ഗോഡ് ഹാപ്പൻഡ്. പവർലെസ് ഗോഡിൽ നിന്ന് ഇപ്പൊ എങ്ങോട്ട് തിരിഞ്ഞു? പവർഫുൾ ഗോഡ്. എന്തോ നടന്നില്ല? ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. ഹൃദയം മാറിയില്ല. മാറിയത് മീശ പോയി, തലമുടി വെട്ട് മാറി, വെള്ളവസ്ത്രം വന്നു, നാട്ടിലൂടെ നടന്നു പോയപ്പം പെന്തിക്കോസിൽ പോയെന്ന് തോന്നുന്നു. പെന്തിക്കോസിൽ പോയത് ഉള്ളിലെ ആഗ്രഹം എല്ലാം പോയോ? പണ്ടത്തെ ആൾ അമ്പലത്തിൽ പോയും പള്ളിയിൽ പോയും പ്രാർത്ഥിക്കുന്നതെല്ലാം ഞാനിപ്പോ കുറച്ചുകൂടെ ശക്തിമാനായ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുക. അന്നത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി നിന്നടത്തൊക്കാഞ്ഞത് കൊണ്ട് കുറച്ചുകൂടെ ശക്തിയുള്ള ദൈവത്തിന്റെ അടുക്ക ചെന്ന് നിന്നപ്പോ ആരോ പറഞ്ഞു, പുള്ളിക്ക് കൃപയുണ്ട്, പ്രാർത്ഥിച്ചു പറയും എന്തോ ചെയ്യണമെന്ന്. അപ്പോഴാണ് പെന്തിക്കോസി വന്ന് നമ്മളെ അന്വേഷിച്ച് അല്ലെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് പറഞ്ഞത്, ഫസ്റ്റ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോഴേ കാറിന്റെ കളറ് കാണുന്നു, വീടിന്റെ സ്ഥലം കാണുന്നു, വഴി കാണുന്നു. ഞാൻ പറയുന്നത് ജനറൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റിനെ കുറിച്ചാണ്. ഈ തിരുവചനത്തിൽ 2 പോയിട്ട് ഒറ്റ വാക്യം പോലും ഇങ്ങനെയുള്ള ഒരു ആത്മീകതയെ സാധൂകരിക്കുന്നതില്ല. 2 ഉണ്ടെങ്കിൽ 1 പോലും ഇല്ല. രക്ഷിക്കപ്പെട്ട ഒരാള് ഇരുന്ന് ദൂതെടുക്കേണ്ടത്, കർത്താവേ ഈ UK-യിൽ ഒരു ബ്രാക്കറ്റ് പീരീഡിലാണ് ഞാൻ. ഇതൊക്കെ നമ്മുടെ ഇടയിലെ ഒരു നല്ല ഭാഷയാണ് ഈ ബ്രാക്കറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ. എന്താ എന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്റെ മനസ്സിൽ ഈ ജഡ ഇത് കയറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ കാലാവസ്ഥ 4 മാസം 3.5 സൂര്യൻ പോകുന്നു, പിന്നെ ഇതൊക്കെയാ. അപ്പോഴാരാണ് പറഞ്ഞത്, ഓസ്ട്രേലിയക്ക് പോയാൽ നല്ലതാ. ഒരു 15 വർഷം മുമ്പ് നാട്ടിലെ അത്യാവശ്യം ഇപ്പം ഒരു പ്രൊഫഷണൽ ഇത് പഠിച്ചു നിൽക്കുന്നവരോട് എല്ലാവരും ദൂത് പറഞ്ഞുകൊണ്ടിരുന്നത്, പാലം പുറകിൽ കാണുന്നു. പാലം പുറകിൽ കാണുമ്പോഴേ ഒന്നീ ലണ്ടൻ ബ്രിഡ്ജാ, ഇതാ
അതിപ്പം മാറി. ഇപ്പം മാറിയിട്ട് ഇപ്പോൾ ഇവിടൊക്കെ വന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു മാറ്റമുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ എടാ അവിടുന്ന് മാറ്റം കഴിഞ്ഞ് ഇവിടെ വന്നു, നമ്മുടെ കൂടെ വരിക നിഴല് പോലെ. എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതം എനിക്ക് കുറച്ചുകൂടെ നല്ലതാക്കണം. I am least bothered about what? God's will on my life. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിനെ വിളിക്കുന്നത് എന്താ? ഇത് ദുർദിവസമാണ്. കാരണം എന്താ? പവർഫുൾ ഒരാളുടെ അധീനതയിലായിപ്പോയി. ആരാ ഈ പവർഫുൾ ആള്? ലോകത്തിന്റെ അധിപതി എന്നെ വാഴുകയാണ്. എന്നെ എന്ന് പറഞ്ഞ ശുശ്രൂഷകൻ ഉൾപ്പെടെ, പ്രവചന ഉൾപ്പെടെ. കണ്ണടച്ചാ കാണുന്നത് വണ്ടി, കണ്ണടച്ചാ കാണുന്നത് വീട്. ഈ എന്തിൽ നിന്ന് എന്നെ രക്ഷിക്കപ്പെടുത്തി എന്ന് പറയുന്നോ അതിന്റെ ഒരു ലക്ഷണവും ഇല്ലാതെ എന്തിലാണോ വീണത് അതാ ഞാൻ കാണുന്നത്. ലോകം കാണുന്നു. പിശാചിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ കാര്യം നേടാതിരിക്കാനുള്ള പ്രവർത്തികൾ, അതിനുള്ള തടസ്സം. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഭയത്തോടെയാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു അവസരം ക്രമീകരിച്ച്, കർത്താവേ ദൈവമാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ ദൈവഹിതത്തിലാണോ ഇവിടെ ആയിരിക്കുന്നത്? അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ ദൈവഹിതം ഇല്ലോ നമ്മൾ ഇവിടെ വരുമോ? എന്തോ വിചാരിക്കുന്നു? ദൈവഹിതം ഇല്ലാത്തവർ ഇവിടെ വരുമോ? നിങ്ങളെല്ലാരും മൗനമാണ്. പ്രാർത്ഥിക്കാത്തവർ വല്ലതും UK വരുമോ? ഞാൻ കഴിഞ്ഞ ദിവസം സെർച്ച് ചെയ്തു. UK, ബ്രിട്ടനിലെ ഏറ്റവും ധനികനായ വ്യക്തി ഇന്ത്യക്കാരനാണ്, പെന്തിക്കോസുകാരനല്ല. എനിക്ക് അതിശയമില്ല. കാരണം ഇന്ത്യയിലെ നമ്മുടെ ധനികന്റെ കല്യാണം ഇപ്പൊ ഈയിടെ അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. മകന്റെ കല്യാണം എത്ര കോടി മുടക്കി? 5000 കോടി. 5000 കോടി മുടക്കിയപ്പോ നമ്മളെല്ലാരും പറഞ്ഞു ഓ ഭയങ്കര ദൂർത്താ. മീഡിയക്കാര് വർക്ക് ചെയ്തിട്ട് അവര് പറഞ്ഞ അടുത്ത ദിവസം പുള്ളിയുടെ സമ്പത്തിന്റെ 1% പോലും അനങ്ങിയിട്ടില്ലെന്ന്. അതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു സാക്ഷ്യം. എന്തുവാ സാക്ഷ്യം? ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ. എന്തുവാ? ആ കല്യാണത്തിന് 20,000 രൂപയുടെ ഓഡിയോ വന്നിറങ്ങിയതാണ് നമ്മുടെ സാക്ഷ്യം. ഞാൻ പറയുന്നതിന്റെ ആ വൈരുദ്ധ്യം മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ചിന്തിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എടാ നീ സൈക്കിളെ നടന്നവൻ, ഇന്ന് ഈ ഓഡിയോ കേറിയതാണ് ദൈവത്തിന് നിന്റെ മേൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അല്ല, മെഴ്സഡീസ് ഉണ്ടെങ്കിൽ അത് ഓടിക്ക് ദൈവം കോപിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മാത്രമല്ല മെഴ്സഡീസ് കയറിയത്, നമ്മൾ മാത്രമല്ല UK-യിൽ വന്നത്. ദൈവത്തിന് നമ്മളിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതല്ല. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദമായി മാറുവാൻ, ഈ ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ അതിൽ നിന്ന് വലിച്ചെടുക്കാനാ നമ്മുടെ മേൽ പവർ തന്നിരിക്കുന്നത്. അല്ലെ ദുർദിവസത്തിൽ എതിർക്കുന്നതിന് പകരം ഈ സുനാമിയിൽ നമ്മളും പോവും. നമ്മൾ 50-60 വയസ്സിൽ റിയലൈസ് ചെയ്യും, വാട്ട് ഡിഡ് ഐ അക്കംപ്ലിഷ്? ഐ കെയിം ടു ദിസ് ലാൻഡ്, ഐ earned lot of money. What did I accomplish? When I stand before the judgment seat of Christ one day, he is not going to ask which car did you drive, where did you live, which country did you live. മനുഷ്യൻ ഇതൊക്കെ ചോദിക്കും, പക്ഷേ ആ ദിവസം ചോദിക്കുന്നത്, did you serve my purpose in your generation? ദൈവം നിനക്ക് തന്ന സൗകര്യം കൊണ്ട്, ദൈവം നിനക്ക് തന്നെ വിദ്യാഭ്യാസം കൊണ്ട്, ദൈവം നിനക്ക് തന്നെ സമ്പത്ത് കൊണ്ട് നീ ദൈവത്തെ ആരാധിച്ചുവോ? ദൈവത്തെ ഉയർത്തിയോ? ദുർദിവസം എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ എക്സെപ്റ്റ് സ്പിരിച്വൽ തിങ്സ്. ദുർദിവസം എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ആൻസറിങ് ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ക്വരീസ് എക്സെപ്റ്റ് when it comes to the things of God you are crippled. നിനക്ക് ദൈവ പദ്ധതിയിൽ മുന്നോട്ട് പോകാതെ വണ്ണമുള്ള ആ വലിയ ബന്ധനം. സമയം കഴിയുന്നു, വേഗത്തിൽ നോക്കണമേ ഒരു കാര്യം. ഇവിടെ പറയുന്ന ആ 10ാമത്തെ വാക്യത്തിൽ ഇത് ശക്തിയുള്ളതാണോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ ദുർദിവസം എന്ന് പറഞ്ഞാൽ അത് ശക്തിയുള്ള ഒരാടെ കളിയാണോ? ഇത് ആരും പറയുന്നില്ല ഒന്നും. ഇത് ശക്തിയുള്ള ഒരു എനിമിയാണോ ഈ ദുർദിവസത്തിന്റെ പിമ്പിൽ? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് അവർ എനിമീസ്. രക്ഷിക്കപ്പെട്ട് പൗലോസ് ശുശ്രൂഷിച്ച സഭയിൽ ദുർദിവസം അവരെ കീഴ്പ്പെടുത്താൻ നിന്നെങ്കിൽ നമ്മുടെ കാര്യം പറയണോ?
വചനം അറിയാത്തവരല്ല അവർ. 3 വർഷം കറതീർന്ന വചനം കേട്ടവരോട് പറയുക, ദുർദിവസത്തിൽ എതിർക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോ വീണു എന്ന് ചോദിച്ചാൽ മതി. പൗലോസ് പറയുന്നത്, ഇതിനോട് നിനക്ക് എതിർക്കണമെങ്കിൽ, ഈ ജഡ അഭിലാഷത്തോടും പിശാചിന്റെ ഈ വലിയ പദ്ധതിയോട് നീ എതിർക്കണമെങ്കിൽ, 10ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. കേൾക്കണം, 3 പ്രധാന വാക്കുകളുണ്ട് ആ 10ാമത്തെ വാക്യത്തിൽ. 1ാമത്തെ വാക്കെന്ന് പറയുന്നത് സ്ട്രോങ്. കേൾക്കണമേ, ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവര് അത് നോക്കണം, മലയാളം ബൈബിളിൽ ഉള്ളവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളം പരിഭാഷയിലെ ഏറ്റവും ലാസ്റ്റ് വേർഡ് ആണത്. എന്തുവാ ലാസ്റ്റ് വേർഡ്? ശക്തിപ്പെടുവീൻ. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ഫൈനലി ബി സ്ട്രോങ്. സ്ട്രോങ്ങിന്റെ മലയാള പരിഭാഷ എന്താ? ശക്തിപ്പെടണം. ശക്തിപ്പെടണം, നിനക്ക് ശക്തി വേണം ദുർദിവസത്തോട് എതിർത്ത് നിൽക്കണമെങ്കിൽ. 2 പദം കൂടെ ഉണ്ട് അതിനകത്ത്, വളരെ ഇമ്പോർട്ടന്റ് ആയ 2 പദം. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, അവന്റെ അമിത ബലം. ഇംഗ്ലീഷിൽ പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. അപ്പൊ ആ 3 വാക്കുകള് ഇംഗ്ലീഷിൽ ഒന്ന്, I want all of you to tell along with me. Okay, is that okay? All of you in the front. The first word is strong. Come on, say strong. Second one is strength. Third is might. Might. മലയാളത്തിൽ പറയുന്നത് അമിത എന്നുള്ള ഒരു വാക്കാണ്, മൈറ്റ്. അടുത്തത് അമിത ബലം, സ്ട്രെങ്ത്, ശക്തിപ്പെടുക, പവർ. ഇതെന്തിനാ ഞാനിത് ഫോക്കസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ 3 പദങ്ങളുണ്ടല്ലോ, കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ഈ 3 പദം ഈ ലേഖനത്തിൽ ഒരിടത്തൂടുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളത് പെട്ടെന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇങ്ങനെ ധൃതി വായിക്കുമ്പം we don't get it, our eyes will not catch it. പക്ഷേ ആദ്യത്തെ ആൾക്കാർ ഇത് നോക്കുന്ന സമയത്ത്, this is exactly what you said where in chapter 1 verse 19. 1:19 പറഞ്ഞ ആ വാക്യത്തിൽ ഈ 3 പദമുണ്ട്. ഏതൊക്കെ? നിനക്ക് പവർ വേണം, നിനക്ക് മൈറ്റി സ്ട്രെങ്ത് വേണം. 1:19 ആരെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? 1:19 പറയുന്നത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, അടുത്ത നോക്കണം, അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം. മറ്റേ മലയാള ബൈബിളിൽ പറയുന്ന അമിത ബലത്തിൽ ശക്തി എന്നുള്ളത് ഇവിടെ പറയാ ശക്തിയുടെ അളവറ്റ വലുപ്പം. സെയിം 3 words. അപ്പൊ വാസ്തവത്തിൽ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ വ്യാപരിക്കേണ്ട ശക്തി എങ്ങനത്തെ ശക്തിയാണെന്നറിയോ? യേശുവിനെ റോമാക്കാരും യഹൂദരുടെ ഒരുമിച്ച് കൊന്ന് ഇല്ലാതെയാക്കി, തലയിൽ മുൾക്കിരീടം വെച്ച്, കുന്തം കൊണ്ട് കുത്തി, വിലാപ്പുറത്ത് കുത്തി, രോമങ്ങൾ പിഴുത്, വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പറയാ, നോ മോർ, യു ആർ നോട്ട് കമ്മിങ് എനി മോർ. ആ വ്യക്തിയെ പൗലോസ് പറയുക, ആ അത്യന്ത ശക്തി യേശുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും വെളിക്കൊണ്ടുവന്നെങ്കിൽ, ജഡമോഹം പിടിച്ച എന്റെ ഉള്ളിൽ വ്യാപരിക്കേണ്ടത് കുലുക്കുന്ന ശക്തിയല്ല, അമിത ബലത്തിന്റെ ശക്തി വചനത്താൽ എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നെങ്കിൽ, എന്റെ ജഡമോഹത്തിൽ നിന്ന് എന്നെ തിരിച്ച് ദൈവിക ചിന്തകളിലേക്ക് മാറ്റുവാൻ എന്നിൽ ആത്മശക്തി വ്യാപരിക്കണം. അത് അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ആണെന്ന്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കെങ്കിലും ചെയ്യാനൊക്കോ? ശിഷ്യന്മാരോട് എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഉയർക്കും, 3-ാം ദിവസം കാണാം. അവരെന്തോ ഓർത്തു, നോ, ദിസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അവരെല്ലാം തിരിച്ചവരുടെ പണിക്ക് പോയി. 3 വർഷം കൂടെ നടക്കുന്നവർക്ക് പോലും വിശ്വസിക്കാൻ വയ്യാത്ത കാര്യം, ഉയർപ്പിന്റെ ദിവസം ആത്മശക്തി അനുഭവിച്ചപ്പോ ആ ശരീരത്തിൽ ജീവൻ വന്നെങ്കിൽ, ഇന്ന് ഞാൻ വിളിച്ച് നിങ്ങളോട് പറയുന്നു, ആ യേശുവിന്റെ ശരീരം പോലെ സാഹചര്യമായെങ്കിൽ, യേശുവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഒക്കാതെ വണ്ണം ഒരു ഡെഡ് ബോഡി പോലെ ഇന്ന് കിടക്കുന്നെങ്കിൽ, വിശ്വസിക്ക്, ഈ അമിത ബലം നിന്നിലേക്ക് വന്നാൽ നിന്റെ അധരങ്ങളെ അഭിഷേകത്തോടെ, പ്രവചന ശബ്ദത്തോടെ
നിന്റെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി ദൈവം അയക്കട്ടെ. പിശാചിന്റെ കയ്യിലെ ആയുധമായി മാറാതെ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണമായി മാറുവാൻ ദൈവം നിന്റെ മേൽ ശക്തിയെ ഇന്ന് രാത്രി അയക്കുന്നു. പിശാച് നിന്നെ നോക്കി ഇന്ന് സന്തോഷിക്കുന്നെങ്കിൽ അവരോട് വിളിച്ചു പറ, നിന്റെ സന്തോഷം നിൽക്കുകയില്ല. പിശാചിന്റെ കോട്ടകളെ വിറപ്പിക്കുന്ന അഭിഷേകം ദൈവം നിന്റെ മേൽ അയക്കട്ടെ. കർത്താവേ, ടാബർനാക്കിൾ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ദുർദിവസത്തെ എതിർക്കാനായി ഒരു അഭിഷേകം ദൈവം അയക്കണമേ. ഇതിനെ ലൗകികമാക്കി മാറ്റുന്ന എല്ലാ കാര്യങ്ങളെയും ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ കോട്ടകളെ തകർക്കുന്ന ടാബർനാക്കിൾ പെന്തക്കോസ്റ്റൽ ചർച്ചാകട്ടെ ഇത്. പിശാചിനെ വിറപ്പിക്കുന്ന ഒരു ചർച്ചാകട്ടെ ഇത്. ദുർദിവസത്തിന്റെ ശക്തികളെ ആത്മാവിൽ പിടിച്ചു കെട്ടാനുള്ള അഭിഷേകം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിൽ വരുന്ന പ്രിൻസിപ്പാസ് ഞാൻ പറയാം, പല ചർച്ചസും പിശാചിന് സന്തോഷമാണ്. പല ചർച്ച് കാണുമ്പോ പിശാചിന് സന്തോഷമാണ്. തമ്മിൽ സ്നേഹമില്ലാത്ത, ദൂതില്ലാത്ത, ആരാധനയില്ലാത്ത, ചത്ത ആരാധനയും തമ്മിൽ അടിയും വചനത്തിന് പകരം കഥകളും കേൾക്കുമ്പോ പിശാച് അട്ടഹസിക്കും, ഇവരെന്നും ഇവിടെ ഇരുന്നോളും. എന്നാൽ ടാബർനാക്കിൾ പെന്തക്കോസ്റ്റൽ ചർച്ചിനെ കുറിച്ച് ദൈവം അർത്ഥമാക്കുന്നത് പിശാച് ആഹ്ലാദിക്കുന്ന ഇടമല്ല. ഓരോ ഞായറാഴ്ചയും നിങ്ങൾ കൂടുമ്പോ പിശാചിന്റെ രാജ്യത്തെ വിറപ്പിക്കുന്ന ദൂതുകൾ ഇതിനകത്ത് പ്രകാശിക്കട്ടെ. പിശാചിന്റെ രാജ്യത്തെ നിർമൂലമാക്കുന്ന അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഇതിനകത്ത് ഇനിയും ജീവനില്ല എന്ന് പറയുന്നവരെ ജീവൻ നൽകുന്ന ദൈവശക്തി. ഓ ജീസസ്, ജീസസ്. ദുർദിവസത്തിൽ എതിർക്കാനുള്ള അഭിഷേകം, ദുർദിവസത്തിൽ എതിർക്കാനുള്ള അഭിഷേകം. ഈ ദിവസങ്ങളിൽ വലിയൊരു ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ ദൈവം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. മുടന്തരായി നടക്കുന്നവർ തുള്ളിച്ചാടുന്ന ദിവസങ്ങളാണിത്. ആത്മീകമായി മുടന്തുള്ളവരെ ദൈവം സൗഖ്യമാക്കുന്ന ദിവസങ്ങളാണ്. ആത്മീകമായി അന്ധതയുള്ളവരുടെ കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന ദിവസങ്ങളാണ്. കാഴ്ചപ്പാട് മങ്ങിയവരെ ദൈവം ഉണർത്തുന്ന ദിവസങ്ങളാണ്.